കുട്ടുമണി ഇന്ന് വെറൈറ്റി ഉടുപ്പൊക്കെയാണല്ലോ. ആരത്? ഭയങ്കര സ്റ്റൈലാണല്ലോ. അതെ അതെ. അതെ, വേറൊരു വൈബ് അല്ലേ, വേറെ ഏതോ സംസ്ഥാനത്ത് എത്തിയത് പോലെ. വൈബ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മൂമ്മയും വന്നിട്ടുണ്ട്. ആണല്ലേ? അതുകൊണ്ടാണ്. അതാണ് ഒരു സന്തോഷമുണ്ട് മുഖത്ത്. കുട്ടുമണി ഇപ്പൊ ചുന്ദരി മണിക്കുട്ടനായി. ആശംസകൾ. അതെ, താങ്ക് യു. എന്തിനാ? എലിമിനേഷൻ പ്രോഗ്രസ് കഴിഞ്ഞു. എലിമിനേഷൻ ഇവിടെ ഇല്ല, ഇല്ല, ഇവിടെ സെലക്ഷനേ ഉള്ളൂ. ഓക്കെ, സെലക്ഷനില് ആയതുകൊണ്ട് സെലക്ടഡ് ടു ദ നെക്സ്റ്റ് ലെവൽ അല്ലേ? അത് വേറെ ലെവൽ, അത് കുട്ടുമണിയുടെ ലെവൽ അല്ലേ? യാ. അപ്പൊ ഈ ലെവലില് നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. കുറച്ചും കൂടെ നമ്മളെ മൈക്രോസ്കോപ്പ് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. മാഗ്നിഫിക്കേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടാ. അത്രേ ഉള്ളൂ. സോ കീപ് കാം. Don't be dangerous. Yes. ഇന്ന് നമ്മുടെ കുട്ടുമണി കുട്ടൻ പാടാൻ പോകുന്ന പാട്ട് ഒരു ക്ലാസിക് സോങ് ആണ്, ഒരു ഗോൾഡൻ സോങ് ആണ്. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ അല്ല ആ ഞാൻ. അത് എഴുതിയതാരാ? വയലാർ രാമവർമ്മ സാറാണ്. മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഇത് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ബ്രഹ്മചാരി എന്നുള്ള സിനിമയിലാണ്. ആ സിനിമ 1972 റിലീസ് ചെയ്തത്. അതായത് എനിക്ക് ഏകദേശം 1 വയസ്സുള്ളപ്പോൾ. അന്ന് കുട്ടുമണിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 0. നെഗറ്റീവ് അങ്ങനെ പറഞ്ഞു. നെഗറ്റീവ് എത്രയാ? നെഗറ്റീവ് എത്രയാണെന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ. നെഗറ്റീവ് ഇപ്പം ഏത് വർഷാ ജനിച്ചേ? 2016. അപ്പൊ എളുപ്പമാണല്ലോ. ഞാൻ ക്യൂയിലായിരുന്നു. ഓ ആണോ? വരാനായിട്ട് ഞാനൊക്കെ നെഗറ്റീവിൽ തന്നെ. ഭയങ്കര സിമ്പിൾ അല്ലേ? 2016 മൈനസ് 1972 ചെയ്യണം. അതെ, എത്രയാ? 44 അല്ലേ? 44. നെഗറ്റീവ് 44. നെഗറ്റീവ് 44. റൈറ്റ്, യു ആർ റൈറ്റ്. യു ആർ ദ റൈറ്റ്. And the link of the link. അത് തന്നെ. ഓക്കെ, അപ്പൊ പാടിക്കോ മക്കളെ. ഓക്കെ. കൊണ്ടൊരു ശ്രീകോവിലകം
സൂപ്പർ സൂപ്പർ. Thank you, sir. ചേച്ചി. നേരത്തെ മൈനസ് ചെയ്ത് നോക്കിയില്ലേ? Yes. ഇപ്പോ 100-ന്ന് 2 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും? 98. Yes, so that's your score. You are awarded 98 out of 100. Thank you, ചേച്ചി.